ഗ്യാസ് കൊടുക്കാൻ പറ്റുന്നില്ല. ഇനി നിങ്ങൾ പെട്രോൾ ഉപയോഗിക്കരുത്, കാർ ഉപേക്ഷിക്കണം, ഗ്യാസ് ഉപയോഗിക്കരുത്, യാത്ര ചെയ്യരുത് എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഉള്ള നാട്ടിൽ നിങ്ങൾ ഇങ്ങനെ ന്യായീകരിക്കുന്നത് കേൾക്കുമ്പോ സങ്കടം തോന്നുക. മുതലാളിക്ക് വിവരമില്ലെന്ന് നാട്ടുകാര് പറയാറുണ്ടെങ്കിലും അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെളിയിക്കരുത്. ലോകം മുഴുവനും ഒരു യുദ്ധഭീതിയിൽ സാമ്പത്തികമായ മാന്ദ്യം അനുഭവിക്കുമ്പോ വളരെ കൃത്യമായ പ്രിക്വേഷൻ കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഒരു രാഷ്ട്രത്തിലെ നേതാവ്. എന്തായിരിക്കും ഈ സർക്കാർ നേരിടാൻ പോകുന്ന വലിയ വെല്ലുവിളി? അവർ ഏറ്റവും കൂടുതൽ പറയുന്നത് ഒരുപക്ഷെ വി.ഡി. സതീശനൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത് അവിടെ ഖജനാവിൽ പൂച്ച പറ്റി കിടക്കുന്നു. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാർ ലോകത്ത്? വെറുതെ ഇങ്ങനെ ഓരോ നട്ടാക്കുരുക്കഥ നുണകൾ പറയല ഇവന്റെയൊക്കെ ഹോബി. എന്തൊക്കെ ജാതി ഹോബികളല്ലേ മനുഷ്യർക്ക്? അതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. എന്താന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു. അതായത് സതീശൻ പറഞ്ഞ നുണകളാണ്, അത് പലരും വിശ്വസിച്ചു എന്നുള്ളതാ. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഖജനാവ് അങ്ങനെയാണോ? അല്ല. സത്യം സത്യമായി പറയുന്നവനായി ഈ രാജാക്കന്ന്. ആന്റണിയൊക്കെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് നമുക്കറിയാം 5 നയാ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ തുടങ്ങാം. എപ്പോഴും ഇല്ല, അവസാനം ഒന്നുമില്ല. ട്രഷറി ബാൻ ആയിരുന്നു. എന്നാൽ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് എവിടെയാ ട്രഷറി ബാൻ ഉണ്ടായത്? എവിടെയാ ശമ്പളം മുടങ്ങിയത്? എവിടെയാ ജീവനക്കാരോട് നിങ്ങൾ മുണ്ട് മുറുക്കി കൊടുക്കണം എന്ന് പറഞ്ഞത്? പറഞ്ഞിട്ടില്ലേ? ഇല്ല 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 കള്ളം പറയുന്നു. ഒന്നും ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. യഥാർത്ഥത്തിൽ നമുക്ക് പ്രതീക്ഷിച്ച കേന്ദ്ര സഹായം ഒന്നും കിട്ടിയിട്ടില്ല. എങ്കിലും നമ്മുടെ കടത്തിന്റെ തോത് വരെ കുറച്ചു കൊണ്ടുവരിക. നീ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ നുണ പറയണേ? 53-54% രാജ്യത്തെ GDP-യുടെ കടമുണ്ട് രാജ്യത്ത്. എന്നാൽ നമുക്കില്ല, നമ്മൾ കുറവാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഇങ്ങനെ ഓരോ ഗ്രാജുവലി നമ്മുടെ കടം കുറഞ്ഞു വരികയാണ്. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. ഇപ്പോഴും 6000-ലധികം കോടി രൂപ ക്ലോസിംഗ് ബാലൻസ് വെച്ചാണ് ഈ ഗവൺമെന്റ് മാറുന്നത്. കുമാര തള്ളല്ല, സത്യമായിട്ടും പറയാ. ഖജനാവ് അപ്പാടെ ഇങ്ങനെ പൂച്ച പെറ്റ് കിടക്കുകയാണ്. ഖജനാവിനൊക്കെ ആരോഗ്യമുണ്ട്. അത് ഇനി ഒരു പ്രശ്നമേ ഉള്ളൂ. ഇപ്പൊ ഈ മുഖ്യമന്ത്രിക്ക് അടി കൂടിയതുപോലെ ഇവരുടെ ഇനിയുള്ള അടിയും ഈ കെടുകാര്യസ്ഥതയും ഒക്കെ കൊണ്ട് ഇവര് ചിലപ്പോൾ കുളമാക്കാനാണ് സാധ്യത. അദ്ദേഹം പറഞ്ഞു പൂച്ച പെറ്റ് കിടക്കുന്നില്ല എന്ന്. പെറ്റ് കിടന്ന പൂച്ച എണീറ്റ് പോയി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് 1 രൂപയെങ്കിലും വന്ന് അവിടെ വീഴുമ്പോഴാണല്ലോ പൂച്ചയ്ക്ക് ഒരു ആനന്ദം. ഈ ഖജനാവിൽ പെറ്റ് കിടന്ന് അവിടെ കിടന്ന് ഡിപ്രഷൻ അടിച്ചു പൂച്ചയ്ക്ക്. ഏകാഗിയായി കിടക്കുക. 6000 കോടിയുടെ ക്ലോസ്, എനിക്ക് അതിന്റെ കണക്ക് കൃത്യമായിട്ട് അറിയില്ല. 6000 കോടിയുടെ ക്ലോസിംഗ് ബാലൻസ് ഖജനാവിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് ആണ്. നമ്പർ ഉണ്ടോ? ലക്ഷം കോടി ആക്കാലോ. കാര്യം എവിടെ നിന്നൊക്കെ കടം മേടിക്കാം. നോക്കൂ, ഞാനും അങ്ങും നമ്മളുടെ തലമുറയുമൊക്കെ ഉണ്ടാക്കി വെച്ച കടങ്ങൾ, ആ കടന്നുപോയ സർക്കാരുകൾ ഉണ്ടാക്കിയ കടത്തിന്റെ ഇരട്ടിയാണ് 10 വർഷം കൊണ്ട് പിണറായി വിജയൻ കേരളത്തിന് സമ്മാനിച്ചിട്ട് പോയത്. അതുകൊണ്ട് കടം എവിടെ നിന്ന് മേടിച്ച് ക്ലോസിംഗ് ബാലൻസ് ഉണ്ടാക്കുന്നത് വലിയ കാര്യമൊന്നുമില്ല. അത് പിന്നെ വസീഫ് പറഞ്ഞത് തെറ്റാ. അതായത് റിസർവ് ബാങ്കിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടുണ്ട്. ആ ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ ഇന്ത്യയിൽ 5 സംസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതൽ കടമെടുത്തിട്ടുള്ളതും റിസർവ് ബാങ്ക് റെഡ് ഇങ്കിൽ മാർക്ക് ചെയ്തിട്ടുള്ളതും. ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? അതിലെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം കേരളമാണ്. റിപ്പോർട്ടാണ്. അതൊരു 3 മാസം മുമ്പ് 2020 അത് വായിച്ചിട്ടുണ്ടാവില്ല. അത് കുഴപ്പം. അറിയാൻ പാടില്ലാത്തവരെ കളിയാക്കുന്നോടാ. 2025 റിപ്പോർട്ടിലും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. അതായത് പിണറായി സർക്കാർ അധികാരമേൽക്കുന്ന സമയത്തെ ടോട്ടൽ കടം, കേരളത്തിന്റെ കടം എന്തായിരുന്നു വസീഫ് പറയട്ടെ? ആ കടത്തിൽ നിന്ന് 2026 എത്തുമ്പോൾ കടം എത്രയാന്ന് വസീഫ് പറയട്ടെ? അതിലൊന്നും വലിയ കാര്യമില്ല. അപ്പൊ ഈ അന്തരം വളരെ വലുതാണ്. ഇപ്പൊ 5 ലക്ഷം കോടിയുടെ മുകളിലേക്ക് കടന്നിരിക്കുന്നു. കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി വളരെ വലുതാണ്. വരുന്ന ഗവൺമെന്റ് അതിനെ ഫലപ്രദമായി വിനിയോഗിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ it will be a disaster for the youth as well as the common man. ഞാനിത് വിശ്വസിക്കില്ല. മുണ്ട് മുറുക്കി കൊടുക്കാൻ പറഞ്ഞതാ ഇപ്പോ ആര്? നരേന്ദ്രമോദി. ഭയങ്കര സംഭവമായി ലോകം മുഴുവനുമുള്ള സാമ്പത്തിക. അവിടെയാണ് നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, അവിടെയാണ് ലോകം മുഴുവനുമുള്ള സാമ്പത്തിക പ്രതിസന്ധി. അവിടെയാണ് ധൂർത്ത് ചെയ്യാതെ നമ്മൾ എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ട്. പക്ഷെ ഇവിടെ മുഖ്യമന്ത്രി അങ്ങനെ ആയിരുന്നില്ല.
കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം വിട്ടൊഴിയുമ്പോൾ 3000 കോടി രൂപയുടെ ബാധ്യതയായിരുന്നു. ഇപ്പൊ LDF ഗവൺമെന്റ് ഞങ്ങൾ 10 വർഷം കഴിഞ്ഞ് അധികാരത്തിൽ നിന്ന് ഒഴിയുന്ന സമയത്ത് നേരത്തെ ഇവിടെ വസീഫ് പറഞ്ഞ പോലെ തന്നെ 6000 കോടി രൂപ നമ്മുടെ ഖജനാവിനകത്തുണ്ട്. സതീശൻ ഈ പറയുന്ന തരത്തിൽ എല്ലാ സ്ഥലങ്ങളിലും നുണ പറയുന്ന ആളാണ്. സതീശൻ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ആളാണ്. കേരളത്തിന്റെ കിഫ്ബി പദ്ധതിയിലൂടെയുള്ള വരുമാനം ഇത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണെന്ന് പറഞ്ഞു, ഇത് ഊതി വീർപ്പിച്ച ബലൂണാണെന്ന് പറഞ്ഞു, നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇന്ന് കേരളത്തിൽ നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ കഴിയുന്ന എണ്ണമറ്റ വികസന പ്രവർത്തനങ്ങൾ ഈ കേരളത്തിൽ യാഥാർത്ഥ്യമാക്കി. ഞങ്ങളിപ്പോൾ ഈ കേരളത്തിലെ ഗവൺമെന്റ് 102 സീറ്റുമായി UDF അധികാരത്തിൽ വരുന്നു. ഞങ്ങൾ ഈ കേരളത്തിൽ ഇപ്പോൾ ഒരുപക്ഷെ കഴിഞ്ഞ LDF ഗവൺമെന്റിനേക്കാൾ കൂടുതൽ പ്രതീക്ഷ ജനങ്ങൾ കൊടുത്തു. 3 സീറ്റ് കൂടുതൽ കൊടുത്തു. ഞങ്ങൾ 6 മാസം വെയിറ്റ് ചെയ്യുകയാണ് ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഈ ഗവൺമെന്റ് എന്താണ് ചെയ്യാൻ പോകുന്നത്? 6 മാസം നിങ്ങൾ എന്ത് ചെയ്യും? 6 മാസത്തേക്ക് ഈ ഗവൺമെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ വരാൻ പോകുന്ന 5 വർഷത്തിന്റെ സൂചികയായിരിക്കും. കാരണം ഞാൻ ഒരു കാര്യം പറയാം, കേരളത്തിൽ ഒറ്റ കാര്യം, അദ്ദേഹം ട്രെയിലറിന്റെ കാര്യം അവിടെ ടീസർ തുടങ്ങിയപ്പോൾ അടിയായി. ഇദ്ദേഹത്തിന്റെ പാർട്ടി CPI പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്ന് പറഞ്ഞു, ഇന്ന് അത് കൊടുക്കില്ലെന്ന് പറഞ്ഞു. ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ പരസ്യമായി LDF-ൽ പ്രതിപക്ഷ നേതാവിനും ഉപനേതാവിനും വേണ്ടി അടിയടക്കാണ്. എല്ലാം ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് വന്ന് LDF സർക്കാർ വന്ന് എല്ലാ സിസ്റ്റം മൊത്തം തകരാറിലാക്കി പോയി. നമുക്കറിയാം ഈ ഒരു കാലയളവിൽ തന്നെ ഇപ്പോഴത്തെ അവസ്ഥ 16,500 കോടി രൂപ അധികം അടുത്ത യുവതലമുറ ഇന്ന് അവരുടെ വരുമാനം പണയം വെച്ചിട്ടുള്ള ഒരു സ്ഥിതിയാണ്. 2030 ആവുമ്പോഴത്തേനും ആ ഒരു തുക അടച്ചു തീർക്കണം ഇന്ന് കിഫ്ബിയിൽ നിന്ന് എടുത്തുള്ള തുകയ്ക്ക് അനുസരിച്ച്. ആര് പറഞ്ഞു? ഭഗവാനെ, ഇതെന്തൊരു ലോകം, എന്തൊരു നുണ. ഇവിടെ നുണകളാണ് സ്കാൻ പ്രശ്നം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ട വലിയൊരു നുണയായിരുന്നു. ഈ പാഠപുസ്തകങ്ങൾ ജൂൺ 1-ാം തീയതി എത്തും, മന്ത്രി അപ്പൂപ്പൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവർ പറഞ്ഞതാണല്ലോ 3.5 കോടി പാഠപുസ്തകങ്ങൾ വേണം, 79 ലക്ഷം അച്ചടിച്ച് പൂർത്തിയായിട്ടുള്ളൂ, ബാക്കി അച്ചടിച്ചിട്ടില്ല. ഇനി പുറഞ്ചട്ട വേണമല്ലോ ഇതിന്, അത് തമിഴ്നാട്ടിൽ നിന്ന് വരണം. അവിടുന്ന് പേപ്പർ പോലുമില്ല, കാരണം അവർക്ക് പൈസ കൊടുത്തിട്ടില്ല. സമ്മർ ഇൻ ബത്ലഹേം സിനിമ കണ്ടിട്ടുണ്ടോ? പിന്നെ അതിൽ ജയറാമിന്റെ ഒരു ഫാം ഹൗസ് ഉണ്ട്. അത് നല്ല ഫ്രണ്ടിലൊക്കെ നല്ല മനോഹരമാണ്. തുറന്ന് അകത്തോട്ട് കയറി തോട്ടം മാത്രമേ ഉള്ളൂ. അവിടെ ഒരു കല്ല് പോലും എടുത്തു വെച്ചിട്ടില്ല എന്നതുപോലെയാണ് ഈ LDF സർക്കാരിന്റെ നുണകൾ ഉണ്ടായിരുന്നത്. യാഥാർത്ഥ്യം അതിൽ നിന്നൊക്കെ ഒരുപാട് ദൂരെയാണ്. ഈ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കഴിഞ്ഞ മാസം 15-ാം തീയതിയാണ് നമ്മൾ ഈ ലേലം നടത്തി കടപത്രം വിളിച്ച് 2000 കോടി വായ്പെടുത്തതിൽ വെച്ചിരിക്കുക. ഇതൊന്നിനും തികയില്ല. ഇപ്പൊ ഈ അധ്യാപകരുടെ പരിശീലനത്തിന് 4.5 കോടി മതിയായിരുന്നു. നമ്മൾ 7.5 കോടി ചെലവാക്കി ആഗോള അയ്യപ്പ സംഗമം നടത്തി. പക്ഷെ ഇതിന് പണമില്ല. അപ്പൊ ഇവരുടെ പ്രയോറിറ്റി ഒക്കെ വേറെയായിരുന്നു. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. അതിന്റെ പരിക്കുകളൊക്കെ തീർക്കണം. ആ പൂച്ചകളെ മനോഹരമായിട്ട് എവിടെയെങ്കിലും പുനരധിവസിപ്പിച്ചിട്ട് കേരളത്തിന്റെ ഖജനാവിലേക്ക് പണം കൊണ്ടുവന്നെല്ലാം ഒന്നേന്ന് തുടങ്ങണം. അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിളിന്റെ പ്രശ്നം ഉണ്ടാവും. കേന്ദ്ര ഗവൺമെന്റിന്റെ BJP ഇതര സംസ്ഥാനങ്ങളോടുള്ള സമീപനം എന്താണെന്നുള്ളത് ഏറ്റവും ഒടുവിൽ നടന്ന ബംഗാൾ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും നാളായി ബംഗാൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വലിയ സമരവും പ്രതിഷേധവും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വന്നതിന് ശേഷം പിറ്റേ ദിവസം 2000 കോടി രൂപ ഈ ബംഗാളിലേക്ക് അനുവദിച്ചു. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ അതായത് കേരളം ഉൾപ്പെടെയുള്ള മറ്റു സംസ്ഥാനങ്ങളെല്ലാം അവർക്ക് ലഭിക്കേണ്ട, ഇവിടെ ഇരുന്നുണ്ട് കേരളത്തിൽ പണം ലഭിക്കാനില്ല എന്നൊക്കെ പറയുന്നത് എത്രയോ മ്ലേച്ഛമാണ്. സത്യം പറഞ്ഞാൽ എത്രയോ മ്ലേച്ഛമാണ്. വിവരമില്ലാത്ത ടൈലർമാരെ കൊണ്ട് നാട് നിറഞ്ഞു. ഞാൻ പറഞ്ഞത് സത്യമല്ലടോ. ഏതെല്ലാം മേഖലകളിൽ, കാർഷിക മേഖലയിൽ കാർഷിക മേഖലയിൽ 1757 കോടി രൂപ ഇപ്പൊ കേരളത്തിന് കാർഷിക മേഖലയിൽ മാത്രം കൊടുക്കാനുണ്ട്. നെല്ലിന്റെ ഉൽപാദകർക്ക് കേരളം കൊടുക്കാനുള്ള പൈസ കൊടുത്തിട്ടില്ല, കേന്ദ്രം കൊടുക്കാനുള്ള പൈസ കൊടുത്തു. അതിനോട് പ്രസക്തിയില്ല. കർഷകരുടെ കാര്യം, നെല്ലിന്റെ ഉൽപാദകർ കർഷകരല്ലേ? നെല്ലിന്റെ ഉൽപാദകർ കർഷകരാണ്. ശിശുപാലൻ ചേട്ടാ, എനിക്കൊരു സോഡ വാങ്ങിച്ചോണ്ടോ. നെല്ലിന്റെ താങ്ങുവില കേരളം വർദ്ധിപ്പിക്കാം എന്ന് പറയുമ്പോൾ അത് വർദ്ധിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാണ് നുണ പറഞ്ഞാൽ നുണയാണെന്ന് എനിക്ക് മനസ്സിലാകണം. ഇതല്ലേ ശുദ്ധ നുണ? നെല്ലിന്റെ താങ്ങുവില 2 രൂപ വർദ്ധിച്ചപ്പോ 1 രൂപ കുറച്ചവരാണ് കേരളം. കേരളം വർദ്ധിപ്പിക്കാൻ മോശം നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്.
ആ ഗ്യാസ് പോലും പറ്റുന്നില്ല എന്നുള്ളതാ. ഗ്യാസ് കൊടുക്കാൻ പറ്റുന്നില്ല. ഇനി നിങ്ങൾ പെട്രോൾ ഉപയോഗിക്കരുത്, കാർ ഉപേക്ഷിക്കണം, ഗ്യാസ് ഉപയോഗിക്കരുത്, യാത്ര ചെയ്യരുത് എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഉള്ള നാട്ടിൽ നിങ്ങൾ ഇങ്ങനെ ന്യായീകരിക്കുന്നത് കേൾക്കുമ്പോ സങ്കടം തോന്നുക. ലോകം മുഴുവനും ഒരു യുദ്ധഭീതിയിൽ സാമ്പത്തികമായ മാന്ദ്യം അനുഭവിക്കുമ്പോൾ വളരെ കൃത്യമായ പ്രിക്വേഷൻ കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഒരു രാഷ്ട്രത്തിലെ നേതാവ്. സാറില്ല